നിമിഷങ്ങൾ കൊണ്ട് വീർത്ത് വീർത്ത് ബലൂൺ പോലെയാകുന്ന പഫർ ഫിഷിനെ പറ്റി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? 30 ആൾക്കാരെ വരെ കൊല്ലാൻ ശക്തിയുള്ള വിഷമുള്ള പഫർ ഫിഷിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വേഗത കുറവുള്ള ഈ പാവ മത്സ്യത്തിന് ധാരാളം ശത്രുക്കളുണ്ട്. ഈ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവ ധാരാളം എയർ അകത്തോട്ട് പിടിച്ച് വീർക്കാൻ തുടങ്ങും. വെള്ളവും എയറും അകത്തോട്ട് പിടിച്ച് വീർത്ത് വീർത്ത് ഒരു ബോൾ പോലെ ആയി മാറുന്നു. ഇങ്ങനെ ശരീരം വീർപ്പിക്കുന്നത് കൊണ്ടാണ് ഇവരെ പഫർ ഫിഷ് എന്ന് വിളിക്കുന്നത്. ബോൾ പോലെയുള്ള ഇവരെ കണ്ടാൽ ശത്രുക്കൾ ഭയന്നു പോകും. എന്നാൽ പല രാജ്യക്കാരും ഈ പഫർ ഫിഷിനെ കുക്ക് ചെയ്ത് കഴിക്കാറുണ്ട്. കാഴ്ചയിൽ വലിയ വലിപ്പമില്ലെങ്കിലും ഇവരിൽ അടങ്ങിയിരിക്കുന്നത് 30 മനുഷ്യന്മാരെ വരെ കൊല്ലാൻ കഴിയുന്ന വിഷമാണ്. ടെട്രഡോടോക്സിൻ എന്ന സയനൈഡിനെ വരെ തോൽപ്പിക്കാൻ ശേഷിയുള്ള വിഷമാണ് ഇവരിലുള്ളത്. സ്രാവുകൾ ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ മീനുകളെയും കൊല്ലാനുള്ള വിഷം ഈ പഫർ ഫിഷിലുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ചില പഫർ ഫിഷുകൾക്ക് ശരീരത്തിൽ മുള്ളുകൾ ഉണ്ടാകും. ഈ തരത്തിലുള്ള പഫർ ഫിഷിനെ കണ്ടാൽ ഒരു മുള്ളം പന്നിയുടേത് പോലെ തോന്നും. ചെറുമീനുകൾ, കൊഞ്ചുകൾ, ഇതുകൂടാതെ കടലിലുള്ള ആൽഗകളും ഇവർ ഭക്ഷണമാക്കാറുണ്ട്. ജപ്പാനിലെ ഏറ്റവും ലക്ഷൂറിയസ് ആയിട്ടുള്ള മത്സ്യവിഭവങ്ങളിൽ ഒന്നാണ് പഫർ ഫിഷ് കൊണ്ടുണ്ടാക്കുന്ന വിഭവങ്ങൾ. ജപ്പാൻ കൂടാതെ കൊറിയ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിലും പഫർ ഫിഷിനെ ആഹാരമാക്കാറുണ്ട്. എന്നാൽ ഈ പഫർ ഫിഷിന്റെ വിഷം ചൂടാക്കിയാലോ തണുപ്പിച്ചാലോ ഒന്നും പോകുകയില്ല. ഇതുകൊണ്ട് തന്നെ ഇവരെ പാകം ചെയ്യുന്നത് വിദഗ്ധരായിരിക്കും. പഫർ ഫിഷിനെ പാചകം ചെയ്യാൻ പ്രത്യേക ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ അനുവാദമുള്ളൂ. 3 വർഷത്തെ പരിശീലനത്തിന് ശേഷം മാത്രമേ ഈ ലൈസൻസ് കിട്ടുകയുള്ളൂ. മാത്രമല്ല, പാകം ചെയ്യുന്ന പഫർ ഫിഷിനെ സ്വന്തമായി കഴിച്ചു കാണിക്കുകയും വേണം. ഒരു ഫുൾ പ്ലേറ്റ് പഫർ ഫിഷിന് 20,000-ഓളം രൂപ വില വരും. ഇത്തിരി കുഞ്ഞനായിട്ടുള്ള ഈ പഫർ ഫിഷ് നിസാരക്കാരനല്ലാന്ന് ഇപ്പം മനസ്സിലായില്ലേ? മറ്റൊരു ഉപകാരപ്പെടുന്ന വീഡിയോയുമായി പിന്നൊരു ദിവസം കാണാം. നന്ദി, നമസ്കാരം.